എന്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പാനെ സ്നേഹിച്ച ഉമ്മാനെ സ്നേഹിച്ച അല്ലാഹുവേ എന്ന വാക്ക് പോലും ഉമ്മയോട് പറയാത്ത മക്കള് വീടിനകത്ത് ലക്ഷം കണക്കിന് കോടികൾ കൊടുത്ത് കെട്ടിയ വീടിനകത്ത് ഉമ്മ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയാൽ, അല്ലാഹുവേ ഉമ്മ കാർക്കിച്ച് തുപ്പിയാൽ, ഉമ്മാച്ചേ ഇത് ശരിയായില്ലെന്ന് പോലും പറയാത്ത മക്കൾക്ക് ഉമ്മ എന്ത് ചെയ്താൽ ഓടിച്ചെന്നിട്ട് അല്ലാഹുവേ ഉമ്മ നിന്റെ വീടിനകത്തൊന്ന് മൂത്രമൊഴിച്ചപ്പോ ആ പാവം അറിയാതെ വന്ന് കാഷ്ടിച്ചപ്പോ ഓർമ്മയില്ലാതെ നിന്റെ ഉമ്മയൊന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിച്ചില്ലല്ലോടാ. നിന്റെ വീട്ടിലല്ലേ തുപ്പിയത്, പക്ഷേ നീ എവിടെയാടാ? നിന്റെ ഉമ്മയുടെ മടിയിൽ കിടന്നല്ലേ നീ മലമൂത്ര വിസർജനം നടത്തിയത്. നിന്റെ ഉമ്മയുടെ കഴുത്തിലൂടെ നീ എത്രയോ പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ടടാ. ആ പാപം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോനെ പോകട്ടടാ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ ശരീരത്തുകൂടെ എത്ര പ്രാവശ്യം നീ മലമൂത്ര വിസർജനം നടത്തി. ഇന്ന് നിന്റെ മക്കള് നിന്റെ ശരീരത്തൊന്നും മൂത്രമൊഴിച്ചാ പറ്റില്ലല്ലോ. ഞാനും കുട്ടികളെ എടുക്കുമ്പോ പറയും മൂത്രമൊഴിക്കോ. അല്ലാഹുവേ, ഞാനും നിങ്ങളുടെ ഉമ്മയുടെ ശരീരത്ത് എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്. ആ ഉമ്മ നമ്മളെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, ശരിയായില്ലെന്നും പറഞ്ഞില്ലല്ലോ. മോനെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർആൻ ഓതുന്ന ഒരു സഹാബിയെ കണ്ടു. പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന സഹാബി. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കദാകൽ ബിർറു, ഉമ്മയ്ക്ക് ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലവാ. ഉമ്മയ്ക്ക് ഗുണം ചെയ്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലവാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചാ നിന്റെ ആയുസ് കുറയും. ഒരു പെണ്ണുപിള്ള പറയുന്ന കേട്ട്, ഒരു പെണ്ണ് പറയുന്നത് കേട്ടിട്ട് നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാ നിന്റെ ആയുസ് കുറഞ്ഞു പോകും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, പടച്ചവനെ, ഭാര്യമാരാണ് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. ഉമ്മയെയും മകനെയും തെറ്റിപ്പിക്കുന്നതിൽ കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഭാര്യ. നിനക്കറിയാനിട്ടാ പെണ്ണ്, നിനക്കറിയാനിട്ടാ പെണ്ണ്, നിന്റെ ഭർത്താവിനെ ഉമ്മയിൽ നിന്ന് പിരിപ്പിച്ച നഷ്ടം നിനക്കാ പെങ്ങള്. നിനക്കാ മനുഷ്യനെ കൂടുതൽ കാലം കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാ, ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സ് വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറച്ച് കളയും. രണ്ട്, നീ നിന്റെ വാപ്പയോട് ചെയ്തതുപോലെ നിന്റെ മക്കളും നിന്നെ കരയിപ്പിക്കുമ്പോ ഒരു കരിവേപ്പിലയുടെ വില പോലും നിന്റെ മക്കള് നിനക്ക് തരൂല. സ്വന്തം വാപ്പാനെ അല്ലാഹുവേ വേദനിപ്പിക്കുന്ന മക്കളെ അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ, വാപ്പാ, നീ നിന്റെ ഉപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ച വല്ലാഹി സത്യം നിന്റെ മക്കളും നിന്നെ വേദനിപ്പിക്കും. വാപ്പാ, പ്രായമാകുന്ന കാലത്ത് നിന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ